ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പവർ ബാങ്കിൻ്റെ മൊഡ്യൂളും അതേപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി, അതായത് 18650 വരുന്ന ലിഥിയം അയൺ ബാറ്ററിയും അതുപോലെ തന്നെ അതിൻ്റെ ഹോൾഡറും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 3 വിധത്തിൽ യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള സർക്യൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണും. അപ്പോൾ നമ്മുടെ ഒരു പവർ ബാങ്ക് തന്നെയാണെങ്കിൽ ആ പവർ ബാങ്കിനെ ഏതൊക്കെ വിധത്തിൽ യൂസ് ചെയ്യാം, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ വിധത്തിൽ യൂസ് ചെയ്യാനുള്ളതിലാണ് നമ്മൾ ചെയ്യുന്നത്. സാധാ പവർ ബാങ്ക് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഹോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഹോൾഡർ നിങ്ങൾക്ക് കാണാം. ഈ ഹോൾഡറിൽ നമുക്ക് ഓൾറെഡി ഈ ഹോൾഡർ ഏകദേശം 30 രൂപയേ വരുള്ളൂ കടയിലൊക്കെ. അപ്പോൾ ഈ ഒരു ഹോൾഡറിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ കണക്ടർ തന്നെ ഉണ്ട്. ഇപ്പം റെഡ് വരുന്നതിൻ്റെ പ്ലസ്സും അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നത് നെഗറ്റീവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ മൊഡ്യൂളിലൂടെ കാണാം. അപ്പോൾ ബാറ്ററി മൈനസ് എന്ന് കാണാം. ഈ ബാറ്ററി മൈനസ് എന്നുള്ള സ്ഥലത്തിൽ നമ്മൾ കണക്ട് ചെയ്യരുത്. അപ്പോൾ ഈ റൗണ്ടിലായിട്ട് നെഗറ്റീവിൻ്റെ ചിഹ്നം കാണാം. ആ ഒരു നെഗറ്റീവിൻ്റെ ചിഹ്നത്തിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുക നെഗറ്റീവ്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ഹോൾഡറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന റെഡ് വയർ പ്ലസ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ബാറ്ററി പ്ലസ് എന്ന രീതിയിൽ അതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ പണി സിമ്പിളായിട്ടുള്ള ഏതൊരാൾക്കും നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് 3 വിധത്തിൽ ഉപകാരപ്പെടുത്തുന്ന വിധത്തിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഹോൾഡറാക്കി വരുന്നത്. സാധാരണ പവർ ബാങ്കൊക്കെ നമ്മൾ 4ഉം 5ഉം ബാറ്ററിയൊക്കെ പാരലായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വേറെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഉപകാരത്തിൽപ്പെടുത്തുന്നത് നമ്മളെ ഒരു ബാറ്ററി നമ്മുടെ കയ്യിൽ ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് എത്ര ഉണ്ടെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ 4 LED ഉണ്ട്. അപ്പോൾ 3 LED ആണ് പ്രകാശിക്കുക. അപ്പോൾ 25, 50, 75, 100%. അപ്പോൾ ഇപ്പോഴുള്ള ഈ ബാറ്ററിയുടെ നിലവിലുള്ളത് 75%. അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ ലെവൽ നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബാറ്ററി നമ്മൾ ഇതുപോലെ റീചാർജ് ചെയ്യുന്ന ഒരു ഫാനിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഫാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായ ഈ ഒരു ചാർജ് ആയെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എത്ര ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ചാർജിങ്ങിൻ്റെ ഒരു ഇതുപോലത്തെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ USB ഒക്കെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമ്മളെ USB-യുടെ C ടൈപ്പോ അല്ലെങ്കിൽ മൈക്രോ ടൈപ്പോ ഒക്കെ ഏത് വരുന്നാലും നമുക്ക് ആ എൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് ബ്ലാക്കും റെഡും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫാൻ നമുക്ക് ഒരു ചെറിയൊരു ഫാനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചാണ് ഇതുപോലൊരു ഫാനാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ ഫുൾ ഓൺ ആക്കുകയും ചെയ്യാം. അതായത് ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡ്രെയിൻ ആവില്ല. അപ്പോൾ നമ്മൾ 25% ലാസ്റ്റുള്ളത് മിന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആവില്ല. അതായത് ഫുൾ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കംപ്ലയിൻ്റ് ആവാതെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആക്കും. അപ്പോൾ ഇതേ സ്ഥാനത്ത് നമുക്ക് ഇതേപോലെ USB-യുടെ വെച്ചിട്ട് നമുക്ക് ഒരു 4 വോൾട്ട് LED ഒക്കെ ഉണ്ടെങ്കിൽ 5 വോൾട്ടിൻ്റെ ഒരു LED-ൻ്റെ ചെറിയൊരു കോബ് പോലൊക്കെ LED ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമർജൻസി പോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മൊഡ്യൂളായിട്ട് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു പ്രത്യേകത നമുക്കൊരു മൊബൈൽ ചാർജറൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ബാറ്ററി കുറേ എണ്ണം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൺ ചാർജ് ചെയ്ത് അഥവാ ചാർജ് ഇല്ലെങ്കിൽ ഓരോരു ബാറ്ററി മാറ്റിയിട്ട് അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എത്ര ബാറ്ററി വേണമെങ്കിൽ 10, 15 ബാറ്ററി ഒക്കെ നമ്മളത് ലാപ്ടോപ്പിലെ ബാറ്ററി ഒക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാറ്ററി കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലസും അതായത് പാരലായിട്ട് കണക്ട് ചെയ്ത് ആംബിയർ കൂട്ടിയെടുത്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ആംബിയറായിട്ട് പാരലൽ ചെയ്ത് 5ഉം 6ഉം ബാറ്ററി കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു ബാറ്ററി എന്നാൽ 2 ആംബിയറാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5 വെച്ചാൽ നമുക്ക് 10 ആംബിയർ കിട്ടും. അങ്ങനെ 10 ആംബിയറായിട്ട് ലോഡ് ചെയ്യാനുള്ള വിധത്തിൽ നമുക്ക് ബാറ്ററി സോൾഡർ ചെയ്ത് ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് നീട്ടി വെക്കാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സിംഗിൾ ബാറ്ററി യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചാർജ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബാറ്ററിയിലെ ചാർജ് പറഞ്ഞാൽ ഏകദേശം 75%. അപ്പോൾ 4ാമത്തെ മിന്നി കളിക്കുന്നതാണ്. അപ്പോൾ ആ 4 മിന്നിയാണ് നമുക്ക് കട്ടാവുകയും ചെയ്യും. അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഏത് ബാറ്ററി ഇതുപോലെ ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു മൊഡ്യൂളിന് ഏകദേശം 60 രൂപയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഫാനിന് നമുക്ക് എത്ര ചാർജ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര ചാർജ് ആയി, അപ്പോൾ എത്ര ശതമാനം കൂടി എത്ര നേരം വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കാം. ഈ ഒരു LED-ൻ്റെ പവർ തീരുന്നതനുസരിച്ച് നമുക്ക് താന്ന് വരും. ഇപ്പോൾ 100% അപ്പോൾ അങ്ങനെ 25ലേക്ക് വരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 വോൾട്ട് വരുന്ന ഏതൊരു ഇതും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ചാർജ് ചെയ്താനായി അടുത്ത ബാറ്ററി മാറ്റിയിടുന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.